അമേരിക്കയിൽ ഫ്രീ പാലസ്തീൻ എന്ന് മുദ്രാവാക്യം ഉയർത്തി രണ്ട് ജൂതരായിട്ടുള്ളവരെ, രണ്ട് ഇസ്രായേലി വംശജരെ, ഇസ്രായേലി സ്വദേശികളെ വെടിവെച്ചു കൊന്നിരിക്കുകയാണ്. ഭീകരാക്രമണമാണോ? അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്, ഭീകരാക്രമണമാണ്. കാരണം ഇത് ആൻറ്റി സെമിറ്റിസം എന്നാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതായത് ജൂതവിദ്വേഷം, ജൂതരാണെന്ന് അതായത് നമ്മുടെ പഹൽഗാമിൽ കൃത്യമായി ആളുകളെ തിരിച്ചറിഞ്ഞ് അവർ മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തി വധിച്ചതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സംഭവം നടക്കുന്നത് വാഷിങ്ടൺ DC-യിൽ ഒരു ജൂത മ്യൂസിയം ഉണ്ട്. അതിൻ്റെ പരിസരത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. സാറ മിൽഗ്രാം, യാരോൺ ലിസ്റ്റിൻസ്കി എന്നാണ് രണ്ടുപേർ. ഇവർ രണ്ടുപേരും അടുത്ത ആഴ്ച ജെറുസലേമിൽ പോയി വിവാഹിതരാകാൻ വേണ്ടി ഇരിക്കുന്നവരായിരുന്നു. രണ്ടുപേരും ഇസ്രായേൽ എംബസി ജീവനക്കാരാണ്. ഇവർ ഇതിൽ യാരോൺ ലിസ്റ്റിൻസ്കി അയാളുടെ പോക്കറ്റിൽ വിവാഹമോതിരം വരെ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഏതായാലും ഏലിയാസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ആളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഇയാൾ 30 വയസ്സുള്ള ഒരു ചിക്കാഗോ സ്വദേശിയാണ്. ഈ 4 പേരെ, അതായത് ഈ മ്യൂസിയത്തിൻ്റെ പരിസരത്ത് നിന്ന് 4 പേരെ ഇയാൾ സമീപിക്കുകയും ഇവരോടെന്തോ ചോദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നിറയൊഴിച്ചത്. എനിക്ക് തോന്നുന്നു ഇവർ ഈ പറയുന്ന പോലെ ഇസ്രായേൽ സ്വദേശികളാണ്, ജൂതന്മാരാണ് എന്ന് പറഞ്ഞുറപ്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ 2 പേർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഈ ഏലിയാസ് റോഡ്രിഗസ് അടുത്ത ആ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് ഓടിക്കയറുകയും അവിടെ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ഇയാൾ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭീകരാക്രമണം എന്ന് തന്നെയാണ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം അതീവ സുരക്ഷാ മേഖലയിൽ നടന്ന ഒരു സംഭവമാണ്. ഇതേപോലെ വംശീയമായി ഒരാളെ തിരിച്ചറിഞ്ഞ് വംശീയമായി ഇല്ലാതാക്കുന്ന തരത്തിൽ ഉള്ളൊരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. സംഭവം നടന്നത് വാഷിങ്ടൺ DC ആണ്. അവിടെ FBI-യുടെ, അതായത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI-യുടെ ഓഫീസിൻ്റെ പരിസരം കൂടിയാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ ഇത്തരത്തിലൊരു സംഭവം നടക്കുക കൃത്യമായ പദ്ധതി തയ്യാറാക്കി ദിവസങ്ങളായുള്ള ആലോചനകൾക്ക് ശേഷമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ ഈ പറയുന്ന ഏലിയാസ് റോഡ്രിഗസിനെ ആ പരിസരത്തെ കറങ്ങി നടക്കുന്നതായി ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് അയാൾ ഈ കൃത്യം നിർവഹിച്ചത്. സംഭവത്തെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചത്. ഹേട്രഡ് ആൻഡ് റാഡിക്കലിസം ഹാവ് നോ പ്ലേസ് ഇൻ അമേരിക്ക. അതായത് വിദ്വേഷവും മതസ്പർദ്ധയും ഈ നാട്ടിൽ, അമേരിക്കയിൽ സ്ഥാനമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രസിഡൻറ്റും ഈ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. ഏറ്റവും വേദനാജനകമായ വാക്കുകളിലൂടെയാണ് ഇസ്രായേൽ എംബസി ജീവനക്കാർ ഇവരെ വിശേഷിപ്പിച്ചത്. കാരണം എല്ലാവരും സഹപ്രവർത്തകരോട് വളരെ സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറിയ 2 മനുഷ്യരെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. സുഹൃത്തുക്കളായിരുന്നു ഇവർ തമ്മിൽ. എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തോടെ പെരുമാറിയ 2 സാധുക്കളായ മനുഷ്യരെയാണ് ഇങ്ങനെ ഒരു മതഭ്രാന്തൻ തോക്കിന് മുന്നിൽ ഇരയാക്കിയത്. അതായത് എങ്ങനെയാണോ നമ്മുടെ പഹൽഗാമിലെ ദമ്പതികളെ കൊലപ്പെടുത്തി, ഓർമ്മയില്ല, ആ മൃതദേഹത്തിലിരുന്ന് അടുത്ത് ഇരുന്ന് കരയാൻ പോലും മനസ്സ് വരാതെ മരവിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഇവിടെ വിധി 2 പേരുടെയും ജീവൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. വിധി എന്നല്ല, ഭീകരവാദം തന്നെയാണ്. എനിക്കിത് ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂണിക് ഒളിമ്പിക്സിൽ നടത്തിയ ബ്ലാക്ക് സെപ്റ്റംബറിൻ്റെ ആക്രമണമാണ്. അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയാത്തത്ര വിധത്തിൽ വലിയ രീതിയിലുള്ള ഈ പറയുന്ന അപരമത വിദ്വേഷം, ഈ പറയുന്ന വിഗ്രഹാരാധന ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാ രൂപം അല്ലെങ്കിൽ ആരാധന പിന്തുടരുന്നവരെയൊക്കെ ശത്രുവായി കണ്ട് ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ഈ വിദ്വേഷം, ആ വിദ്വേഷത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള വെടിവയ്പ്പുകൾ ഇനിയും ഉണ്ടാകും. ഈ ജർമ്മനിയിൽ ഒരു കാർ ഓടിച്ച് ക്രിസ്മസിൻ്റെ ഒരു വിപണിയിലേക്ക്, ഇല്ലെങ്കിൽ ആ ക്രിസ്മസിന് ഒത്തുകൂടിയ ആൾക്കാരുടെ നേർ അതുപോലെയുള്ള വലിയ ഭീകരാക്രമണങ്ങളിലേക്ക് ലോകം ചെന്നെത്തിപ്പെടും. ഒരു ഭ്രാന്തൻ പള്ളിയിൽ നടന്ന വെടിവെപ്പ്, അതെ, ഒരു ഭ്രാന്തൻ വിചാരിച്ചാൽ മതി. ഇപ്പോൾ ശ്രീലങ്കയിലെ ബോംബ് സ്ഫോടനം, ക്രിസ്ത്യൻ പള്ളിയിലായിരുന്നു ബോംബ് സ്ഫോടനം നടന്നത്. ഈ പറയുന്ന നമ്മുടെ ഇവിടെയും പഹൽഗാമിലും ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണമാണ് ഈ പറയുന്ന ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ച ചെയ്യപ്പെടണം, ഭീകരവാദം എന്ന് വരെ ഈ ലോകത്തുണ്ടാവണം എന്നുള്ളതിൽ ലോകരാജ്യങ്ങൾ ഉണർന്നിരുന്ന് ചർച്ച ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന ഭീകരവാദത്തെ തുടച്ചു നീക്കണം. ട്രംപ് എൻ്റെ സുഹൃത്താണ് പാകിസ്ഥാനും എന്ന് പറഞ്ഞല്ലോ.
ആ നിലയിൽ നിന്ന് ട്രംപിന് മാറി ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയല്ലേ ഇത്? കാരണം എങ്ങനെയാണ് പാകിസ്ഥാനെ ഇവർക്ക് സുഹൃത്തായി കണക്കാക്കാൻ കഴിയുന്നത്? ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള മതമൗലികവാദം അത് ഏതെല്ലാം രൂപത്തിൽ ലോകത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഫലസ്തീനിൽ ഇസ്രായേൽ നടപടികളുടെ ഭാഗമായി ഉണ്ടാകുന്ന മാനുഷിക പ്രശ്നങ്ങൾ മുൻനിർത്തി, അല്ലെങ്കിൽ അവിടെ കുട്ടികൾ പട്ടിണിയിലാണ്, അവിടെ വലിയ രീതിയിലുള്ളൊരു മാനുഷിക പ്രതിസന്ധി ഉണ്ടാകും, നിങ്ങൾ അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിൽ വെടിനിർത്തലിനെ ഇസ്രായേലിനെ പ്രേരിപ്പിച്ച ഒരാൾ കൂടിയാണ് ട്രംപ്. പക്ഷേ അവിടെ അമേരിക്കയിലാണ് അതീവ സുരക്ഷാ മേഖലയിൽ കടന്ന അമേരിക്കയ്ക്ക് തന്നെ, കാരണം നമുക്കറിയാമല്ലോ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. അതിനെപ്പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അതിനെക്കൂടെ നാണം കെടുത്തുന്ന തരത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ പാലസ്തീനിൽ ശരിയാണ്, അവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വിലയിരുത്താം. പക്ഷേ അവിടേക്ക് ഇസ്രയേലി പറയുന്ന വെടിനിർത്തലിൻ്റെ സമയത്തൊക്കെ വലിയ തോതിൽ മരുന്നുകളും ഭക്ഷണവും ഒക്കെ എത്തിച്ചപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ പറയുന്ന ഇവർ പിടിച്ചെടുക്കും, ഈ പറയുന്ന ഹമാസ് പിടിച്ചെടുത്തിട്ട് അവർ തന്നെ ഇത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? വലിയ രീതിയിലുള്ള, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വലിയ രീതിയിലുള്ള പ്രശ്നം അവിടെ ഉണ്ടാകുന്നു. അവിടെ ഈ പറയുന്ന മനുഷ്യാവകാശം ധ്വംസിക്കപ്പെടുക. ഈ ഹമാസിൻ്റെ ഈ പ്രവർത്തനം കാരണം ഇവർ ഭക്ഷണം പോലും ഇപ്പോൾ അയക്കുന്നില്ലെന്നേ. ഇസ്രായേൽ ഭക്ഷണവും അവശ്യ സാധനങ്ങളും പോലും അയക്കുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ച ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പ്രശ്നമാണ്. കാരണം ഇത് പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യമല്ല, ഇത് പലസ്തീനികളെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനമാണ് ഈ ലോകത്തെമ്പാടും നടക്കുന്ന ഭീകരവാദികൾ നടത്തുന്നത്. അത് ഹമാസും പാർട്ടാവുന്നു. കാരണം പലസ്തീനോട് ഒരു ഐക്യദാർഢ്യപ്പെടുന്നത് എങ്ങനെയാണ്? സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം അങ്ങനെ ഉണ്ടാകാനായിട്ട് അവിടെ തുടർന്ന് പോയാൽ മതി. ഈ ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചുമ്മാ പോകുന്ന പലസ്തീനിയരെ ആരെങ്കിലും പിടിച്ച് വെടിവെച്ച് കൊല്ലോ? ഇല്ലല്ലോ. നമ്മൾ അടിക്കാനൊരു അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ, അങ്ങനെ ഹമാസ് ചിന്തിച്ചാൽ, അങ്ങനെ അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള തീവ്രവാദികൾ ആയുധം വെച്ചിട്ട് മിണ്ടാതിരുന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ശാന്തസുന്ദരമായൊരു പ്രദേശമായിരിക്കും. ഇസ്രായേൽ ആ മരുഭൂമിയായി കിടന്ന പ്രദേശത്തെ എങ്ങനെയാണ് ഇത്രയും മനോഹരമാക്കിയത്? അതുപോലെ തുടരാൻ പറ്റും. ഈ പറയുന്ന ഈ ജൂതവിരോധം എന്ന് പറയുന്നത്, ഇസ്രായേൽ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഞങ്ങളെ വെറുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ദുരന്തങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് ഒക്കെ കരകയറാൻ കഴിയും. നമ്മൾ മറ്റുള്ളവരെ വെറുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കണം. അപ്പോൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ കഴിയും, നമ്മൾ വെറുക്കുന്നവരെ കൂടി നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അപരമത വിദ്വേഷത്തിൽ നിന്ന് മോചനം നേടാതെ ഭീകരവാദത്തിന് അറുതി ഉണ്ടാവില്ല. ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരൊക്കെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മാതൃകയായിട്ട് ഞാൻ കേരളത്തിൽ കാണുന്ന മനുഷ്യരാണ്. ഈ പറയുന്ന ആരിഫ് ഹുസൈൻ, ഡോക്ടർ രവിചന്ദ്രൻ, ഈ പറയുന്ന ജബ്ബാർ മാഷ്, ഇതുപോലുള്ളവരൊക്കെ ഞാൻ വിശ്വാസിയാണ്. പക്ഷേ അവരൊക്കെ വിശ്വാസത്തിനുപരിയായിട്ട് മനുഷ്യത്വത്തെ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ എത്രത്തോളം ഒരു ആചാര്യനായ സന്യാസിയെ ബഹുമാനിക്കുമോ അതുപോലെ തന്നെയാണ് യുക്തിവാദികളെ ബഹുമാനിക്കുന്നത്. കാരണം അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അവർ ആരെയും ആക്രമിക്കാറില്ല, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാറില്ല. അവരവരുടെ കാര്യമാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മതങ്ങൾക്കെതിരെ അവർ നിരന്തരമായി പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ വേണ്ടത് മതപരമായി, മൗലികപരമായി ഈ പറയുന്ന മതമൗലികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാതെ ലോകം സമാധാനത്തിൻ്റെ പാതയിലേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ജൂതവിരോധം ഇല്ലാതാകുമ്പോൾ ഈ പറയുന്ന കൊലപാതകം, തീവ്രവാദം ഇതെല്ലാം ഇല്ലാതാകും. ലോകത്ത് സമാധാനം പുലരും. പക്ഷേ ഈ പ്രശ്നത്തെ, ഈ അമേരിക്കയിലുണ്ടായ സംഭവത്തെ അപലപിച്ചേ മതിയാകൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.